കൊല്ലം കണ്ണനല്ലൂർ മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. രോഗം ബാധിച്ച സഹോദരങ്ങൾ മരിച്ചിട്ടും ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന പരാതി. 20ഓളം പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത്. നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സഹോദരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. ചേരിക്കോണത്ത് താമസിക്കുന്ന മുരളിയുടെയും ശ്രീജയുടെയും മക്കളായ നീതുവും സഹോദരി മീനാക്ഷിയുമാണ് മരിച്ചത്. 2 ആഴ്ച മുമ്പാണ് ഇവർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ആദ്യം രോഗം ബാധിച്ച ഇവരുടെ സഹോദരൻ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരുപാട് വെള്ളം കെട്ടി നിർത്തുന്നു. വന്ന് നമ്മൾ ഹെൽത്തി വരെ പോയി പരാതി പറഞ്ഞാൽ അവർ 1-2 വട്ടം വന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോത്തതേ ഉള്ളൂ. ഒരു കാര്യത്തിനും അവർ വരുത്തില്ല. നമ്മൾ ആരെങ്കിലും വിളിച്ചു പറയുമെങ്കിലേ അവർ വന്നത് ചെയ്യത്തുള്ളൂ, അല്ല അവരൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇനിയുള്ള ആരും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ പോയി, ഈ ഒരു കുഞ്ഞിനെങ്കിലും എങ്ങനെയും രക്ഷിച്ചു തന്നേ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് നിവർത്തിയായിട്ട് ഇട്ട് കിടക്കുന്ന സംഭവം ഇത്. പ്രദേശത്ത് 20ഓളം പേർക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടും രോഗപ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. തലച്ചിറ ബണ്ടിന് സമീപമുള്ള ഇവിടെ കുടിവെള്ളമടക്കം മലിനമാണ്. മഞ്ഞപ്പിത്തം ഇത്രയും വ്യാപകമായി വ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടും യാതൊരു നടപടിയും ഇവിടെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതര സ്വഭാവമുള്ളതും എടുത്തു കാണിക്കേണ്ടതുമായിട്ടുള്ള കാര്യമായി നാട്ടുകാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. കിണറുകളിൽ നിന്ന് വെള്ളം പരിശോധനയ്ക്ക് ശേഖരിച്ചുവെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നതുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. മീഡിയ 1 കൊല്ലം.